കേരളത്തിൽ വികസനത്തിൻ്റെ കാര്യത്തിൽ ആര് വന്നാലാണ് നമുക്ക് ശരിയായ ഗുണം ലഭിക്കുക? കഴിഞ്ഞ എത്ര വർഷം കൊണ്ട് ഇവർ രണ്ടുപേരും മാറി മാറി ഭരിച്ചുകൊണ്ടിരിക്കുക, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇടതുപക്ഷത്തിൻ്റെ വികസനം എന്താണെന്ന് ഈ 10 വർഷം കൊണ്ട് നാം അറിഞ്ഞു. ഇവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ച് അത് ചോദിച്ചാൽ എല്ലാവർക്കും ഒരു കാര്യം മാത്രമേ ഇതിൽ പറയാനുള്ളൂ. എന്നാൽ കോൺഗ്രസ് UDF അധികാരത്തിൽ വന്നാൽ എന്തായിരിക്കും ഇവിടെ സംഭവിക്കുക? എല്ലാവർക്കും ഇതിലൊരു ആകാംക്ഷയുണ്ട്. കേരളത്തിന് ഒരു വളർച്ചയുണ്ടാകാൻ പോകുന്നില്ല. ഇപ്പൊ UDF വന്നു കഴിഞ്ഞാൽ ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു അതുപോലെ തന്നെ ഇരിക്കും. പ്രത്യേകിച്ചൊന്നും ചെയ്യാനായിട്ടില്ല. ഇപ്പൊ നമുക്കറിയാലോ അവരുടെ അതിനകത്തുള്ള തന്നെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ, അതങ്ങനെയൊക്കെ മുമ്പോട്ട് പോകും. BJP പറയുന്നു മാറ്റം അനിവാര്യമാണ് എന്ന്. വികസന കേരളത്തെ ആണ് BJP സ്വപ്നം കാണുന്നത്. അങ്ങനെയെങ്കിൽ BJP അധികാരത്തിൽ വന്നാൽ, NDA അധികാരത്തിൽ വന്നാൽ എന്തായിരിക്കും ഇവിടെ സംഭവിക്കുക? ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖറാണ് NDAയുടെ കേരളത്തിൻ്റെ അധ്യക്ഷൻ. ആ നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ എന്തായിരിക്കും? BJP വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ നമുക്ക് പറയാൻ പറ്റാത്ത വികസനങ്ങളും കാര്യങ്ങളും ഉണ്ടാവും. കേന്ദ്രം മാറിയ പോലെ കേരളത്തിലും മാറ്റം വേണം, വികസനം വേണം. ഇതിനൊക്കെ അദ്ദേഹം എല്ലാവരും BJPയിൽ നിൽക്കുന്ന എല്ലാവരും, പ്രത്യേകിച്ച് നമ്മുടെ രാജീവ്ജിയും വിജയിക്കണം. വികസനത്തിന്റെ കാര്യത്തിൽ കൂടുതൽ ഊന്നൽ കൊടുത്തുകൊണ്ടാണ് അദ്ദേഹം മുമ്പോട്ട് പോകുന്നത്. കേട്ടില്ലേ നിങ്ങൾ? വികസനത്തിൻ്റെ കാര്യത്തിൽ എല്ലാവർക്കും ഒരേ യോജിപ്പാണുള്ളത്, ഒരേ അഭിപ്രായമാണുള്ളത്. NDA സഖ്യം BJP അധികാരത്തിൽ വന്നാൽ സമഗ്രമായ വികസനം കേരളത്തിന് സാധ്യമാകുമെന്നും ഇവിടെയുള്ള പല നടത്താത്ത വികസിക്കാത്ത സംഗതികളും വികസനത്തിൻ്റെ പാതയിലേക്ക് എത്തുമെന്നും നമുക്കറിയാൻ പറ്റും. തീർച്ചയായും ഇതിന് വ്യക്തമായ ഒരു പരിഹാരം NDA അധികാരത്തിൽ വന്നാൽ നടക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 4-ാം തീയതി വരെ നമുക്ക് കാത്തിരിക്കാം.